നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്പലത്തറയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആസിഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്ന അതീവ ദാരുണമായ വാർത്തയാണ് ഇന്ന് പുലരുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നത്. എന്തിനായിരുന്നു ഈ കുടുംബത്തിന്റെ ആത്മഹത്യ എന്ന ചോദ്യം ഒരു വശത്ത് ഉയരുകയാണ്. കടബാധ്യതയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക സമ്മർദ്ദമാണോ ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള ആലോചനയും എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ തന്നെ ശക്തമായി ഉയരുകയാണ്. ഇല്ലെങ്കിൽ ആത്മഹത്യയായിരുന്നോ അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം ആരെങ്കിലും നടത്തിയ ആത്മഹത്യയാണോ എന്ന ചോദ്യവും ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ഓരോ സംഭവ വികാസങ്ങളും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഒരു വീടിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആർക്കും തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. അമ്പലത്തറയിലാണ്, കോഴിക്കോടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഒരാളുടെ നില അതീവ ഗുരുതരമായ ആശുപത്രിയിൽ കഴിയുകയാണ്. അമ്പലത്തറ പറക്കളായി 2-ാം പുളിക്കാവിലെ ഗോപി എന്ന 60 വയസ്സുകാരനും ഭാര്യ ഇന്ദിര എന്ന 58 വയസ്സുകാരി, മകൻ രാജേഷ് 32 വയസ്സ് എന്നിവരാണ് മകൻ രാജേഷിന് ആശുപത്രിയിൽ ഗുരുതര നിലയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രഞ്ജേഷ് എന്ന 32 വയസ്സുകാരായ മകനാണ് മരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ആത്മഹത്യ നടന്നത് എന്നാണ് വിവരം. നാടറിയുന്നതും 4 മണിയോടുകൂടിയാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് 3 പേര് മരിച്ചത്. കർഷകനാണ് ഗോപി. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ അപ്പോഴും ശ്വാസം വിടാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഈ കടബാധ്യത വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക, അതിജീവിക്കാൻ ശ്രമിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അടക്കമുള്ളവയുണ്ട്. 1056, അതുപോലെ തന്നെ 255-2056 എന്ന നമ്പറിലൊക്കെ വിളിച്ച് നിങ്ങൾക്ക് സഹായം തേടാവുന്നതാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷെ അപ്പോഴും ഈ 4-അംഗ കുടുംബം 60, 58, 32, 34 വയസ്സ് പ്രായമുള്ള ഇവരൊക്കെ തന്നെ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നറിയില്ല. വിവാഹം കഴിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. എന്തായാലും ഈ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തതിന്റെ ദാരുണ ഞെട്ടലിൽ തന്നെയാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാവരും.